അടിപൊളിയാണ്. എന്നത് ഓക്കെ ഓക്കെ, റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്. അപ്പം ഷിബു എന്നോട് പറഞ്ഞപ്പം ഈ കാര്യം വിളിച്ചു പറഞ്ഞപ്പം ഈ ആങ്കർ മാനേജ്മെന്റ്, കോപനിയന്ത്രണം എന്നുള്ള വിഷയം പല സ്ഥലങ്ങളിലും എടുത്തിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽക്കഹോളിക്സിന്റെ ഗ്രൂപ്പിനകത്ത് ഇത് അങ്ങനെ വന്നിട്ടില്ല, അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. അതല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ എങ്ങനെയാണെന്നൊക്കെ എടുക്കാറുണ്ടെങ്കിലും അവിടെയൊക്കെ വരുന്നത്, അപ്പോഴാണ് ഞാൻ ഇതിലൊരു വ്യത്യാസം വേണമെന്ന് വിചാരിച്ചത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ കഴിയാവുന്നതും കുറച്ച് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഓഫ് ആങ്കർ, കോപത്തിന്റെ ഒരു സാങ്കേതിക വശങ്ങളെല്ലാം കഴിയാവുന്നതും കുറച്ചുകൊണ്ട് ചെയ്യാന്നുള്ള ഒരു ലൈനിലാണ്. അങ്ങനെയാണ് ഞാനിപ്പോ ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത്. നമുക്കപ്പം പയ്യെ വിഷയത്തിലേക്ക് കിടക്കാം. എനിക്ക് ഈ കോപം എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതൽ തന്നെ പരിചയിച്ച് ഉള്ളൊരു ഒരു 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 വിഷയമാണ്. ഞങ്ങളെ വീട് ഏത് സമയത്തും കോപാകുലരായ ആൾക്കാരെ കൊണ്ട് ഉള്ളൊരു വീടായിരുന്നു. എന്ന് വെച്ചാൽ കലഹങ്ങളായിരുന്നു എൻ്റെ ബാല്യ കൗമാരം, ശൈശവം അറിയുന്നില്ല, ബാല്യ കൗമാരത്തില് ചെവി പൊട്ടുന്ന തരത്തിലുള്ള കലഹങ്ങൾ കേട്ട് വളർന്നത് ഒരാളാണ്. അപ്പൊ അന്ന് കിട്ടിയിട്ടുള്ള പരിക്കുകളുടെ ഒക്കെ ഒരു ആകത്തുകയാണ് ഞാൻ. അതൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന പരിക്കുകളായിരുന്നില്ല. കാരണം കോപം കൊണ്ട് കലി തുള്ളുന്ന ഒരച്ഛനും അതിന് ആ കോപത്തിന്റെ ഇരയാകേണ്ടി വരുന്ന ഒരമ്മയും എല്ലാം എൻ്റെ മുന്നിൽ ഇപ്പോഴും തെളിഞ്ഞു വരുന്നുണ്ട്. രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആ വീട് ഏത് സമയത്തും കലഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാല് ഒരു സമാധാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എൻ്റെ വീട്ടിലില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ഒക്കെ ഈ നമ്മള് ന്യായീകരിക്കുന്ന മദ്യപിച്ച് നടക്കുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കുന്ന ഒരു സമയത്ത് അപ്പനോടും അമ്മയോടും ഒക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു സമാധാനം ചെറുപ്പത്തിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ആണ് ഞാൻ ഈ കുടി തുടങ്ങിയത്, അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്, നിങ്ങൾ കാരണമാണ് ഞാൻ കുടിക്കുക. ഇതൊക്കെ നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ നമുക്കത് ആലോചിക്കുമ്പോൾ അതിന്റെ ബോഷ്ക്ക്, അതിനകത്തുള്ള അർത്ഥമില്ലായ്മ നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ തോന്നും. എന്നിരുന്നാലും ഈ കോപം എന്ന് പറയുന്ന ആ കാര്യം കണ്ടു വളർന്നവനായോണ്ട് തന്നെ ഞാൻ അങ്ങനെ കോപിക്കാറില്ലായിരുന്നു. എന്നുവെച്ചാല് വ്യക്തികളോടോ അല്ലെങ്കിൽ കുടുംബക്കാരോടോ ഒന്നും ഞാൻ അങ്ങനെ, എനിക്ക് അത്ര വലിയ കോപക്ഷോഭമോ ഒന്നും പ്രകടിപ്പിക്കാറില്ല. ഞാൻ എന്താന്ന് വെച്ചാൽ ഞാനിപ്പം ഒരു ഷെയറിങ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എൻ്റെ ഒരു കൊച്ചു പ്രശ്നം കൂടെ നിങ്ങളോട് മുന്നിൽ അവതരിപ്പിക്കാം. വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ നമുക്കിതൊന്നും പറയാൻ, അതുകൊണ്ട് പറയുകയാണേ. പലപ്പോഴും വാക്കുകൊണ്ട് നമ്മുടെ കോപം പ്രകടിപ്പിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന വാക്കുകളിൽ നമ്മളെ കോപം അടങ്ങിയിട്ടുണ്ടാവും. നമ്മളപ്പോൾ അത് ചീത്ത പറച്ചിലായാലും തെറി പറച്ചിലായാലും അവിടെയൊക്കെ വഴക്കുണ്ടാക്കുമ്പം നമ്മളെ കോപം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റാം. പിന്നെ പ്രവൃത്തിയിലൂടെ കോപം പ്രകടിപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കുന്ന കാര്യം, അല്ലെങ്കിൽ തലമുടി കുത്തിന് പിടിച്ചിട്ട് ഇടിക്കുന്ന കാര്യം, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കുടുംബ കലഹത്തിന്റെ ഒരു കൂടപ്പിറപ്പാണ്. അപ്പൊ അത് പ്രവൃത്തിയിലൂടെയുള്ള കോപപ്രകടനമാണ്. എൻ്റെ പ്രശ്നം ഇത് രണ്ടുമല്ല. ഞാനിതൊന്നും അങ്ങനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, ഇനി കുട്ടിച്ചൊക്കെ വല്ലാതെ മതിച്ചു വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ എൻ്റെ സ്വാഭാവിക സ്വഭാവത്തിൽ അതൊന്നും ഇല്ല. ശാന്തനാണ്, കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തനാന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ കോപം എൻ്റെ ചിന്തയിലായിരുന്നു. ഇപ്പോഴും അതുണ്ടും താൻ. ഞാനിപ്പോ 17 വർഷമായി ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും എൻ്റെ ചിന്തയിൽ മുളപൊട്ടി വരുന്ന കോപത്തെ എനിക്ക് അടക്കി നിർത്താൻ പലപ്പോഴും സാധിക്കാറില്ല. അത് മറ്റാരും അറിയാത്തൊരു കോപമാണ്. ഞാൻ മാത്രം അറിയുന്നതും ഞാൻ മാത്രം അനുഭവിച്ചു തീർക്കുന്നതുമായിട്ടുള്ളൊരു കോപം.
ഒരു ഗതികെട്ട കോപ. കാരണം ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരു ഒരു മനസ്സ് ഇങ്ങനെ ഉണ്ട് എനിക്ക്, കോപിക്കുന്ന ഒരു മനസ്സ്. അത് സ്വയം അങ്ങ് കടിച്ചമർത്തി തീർക്കുക ആ കോപം. അപ്പൊ അതൊരു വല്ലാത്തൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിന്തയിലെ കോപം. ആര് കണ്ടാലും എന്ത് നല്ല മാന്യനായിട്ടുള്ള മനുഷ്യൻ, എന്തൊരു സമാധാനമുള്ള ഒരു മനുഷ്യൻ, മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ എന്തൊരു സെറിനിറ്റി ആണെന്നൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഈ മുഖത്തൊരു സെറിനിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ നല്ലൊരു ഐശ്വര്യം ഉണ്ട് മുഖത്ത് നോക്കാൻ. പിന്നെ പഴയ കഥകളൊക്കെ അറിയുന്ന പണ്ട് എങ്ങനെ നടന്നവനാ ഇപ്പൊ കണ്ടില്ലേ, എന്തൊരു ഈ മുസ്ലിം ഭാഷയിൽ പറഞ്ഞ എന്തൊരു ഈമാൻ ഉണ്ട് മുഖത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ ചിന്തക്കകത്തുള്ള കോപത്തെ പലപ്പോഴും തളയ്ക്കാനൊന്നും പറ്റാതെയൊക്കെ ഞാൻ വിമ്മിഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഈ ഭാഷയുടെ ഓരോ തമാശകളുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയ്ക്കകത്ത് ഒരുപാട് തമാശകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഡേഞ്ചറസ് എന്ന് ഞാനിപ്പോ പറഞ്ഞല്ലോ. ഈ ഡേഞ്ചർ എന്ന് പറയുന്ന വാക്കിന്റെ അകത്ത് ഇരിക്കുന്ന കുടികൊള്ളുന്ന ഒരു സാധനമാണ് ആങ്കർ എന്ന് പറയുന്നത്. DANGER എന്നാണുള്ളത്. അതില് ആ ഡി അങ്ങ് മാറ്റിയാല് ANGER, ആങ്കർ, നമ്മളെ വിഷയത്തിൽ. അപ്പോ ഞാനിപ്പോ അത് അത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു സമാധാനമുണ്ട്. അതാണ് നമ്മൾ മീറ്റിങ്ങുകളിൽ സംഭവിക്കുന്ന ആ മാജിക് എന്ന് പറയുന്ന അതാണ്. എനിക്കൊന്ന് കുറച്ച് ഇറക്കി വെക്കാൻ പറ്റി എൻ്റെ ആ ഒരു ചിന്തയിലുള്ള എൻ്റെ കോപത്തെ പറ്റിയിട്ടുള്ള ധാരണ. എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഈ ആങ്കർ മാനേജ്മെന്റ് എന്നുള്ള ഒരു വലിയ വിഷയത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനും ഇതിൽ നിന്നും മുക്തനൊന്നും അല്ല. നമ്മള് ബിഗ് ബുക്കിൽ പറയുന്ന കാര്യം, നമ്മളാരും പുണ്യാളന്മാരൊന്നും അല്ലല്ലോ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ എനിക്കും നല്ല രീതിയിൽ എൻ്റെ അകത്ത് കോപം പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ പുറത്ത് അത് അങ്ങനെ പ്രകടമായി വരുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അതിന് തന്നെയാണ് അതിന്റെ കാരണം. കാരണം കുറെയൊക്കെ ഇതിനകത്തുനിന്ന് സഞ്ചരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റുന്ന പഴമക്കാരുടെ അടുത്തു നിന്നുള്ള ഒരുപാട് ഉപദേശങ്ങളും അല്ലെങ്കിൽ അറിവുകളും അല്ലെങ്കിൽ സജഷൻസും ഒക്കെ കിട്ടിയത് കൊണ്ട് ഒക്കെ ഇപ്പൊ കുറച്ചൊരു എന്നാ പറയാ മെനയിലൊക്കെ നടക്കാൻ തുടങ്ങി, മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില ഇടവേളകളിൽ ഈ ചിന്തയ്ക്കകത്തുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആങ്കർ മാനേജ്മെന്റിലേക്ക് കിടക്കാം. ഓക്കെ, ഞാന് കോഴിക്കോട്ടുകാരനാണ്. മിക്ക ദിവസങ്ങളിലും എനിക്ക് കടല് കാണാൻ പോക്ക് അതൊരു ശീലമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 400 മീറ്ററേ ഉള്ളൂ കടലിലേക്ക്. ഇപ്പം ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ കടലിരമ്പുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും. ഈ കടലിലെ ജലം ഉണ്ടല്ലോ, കടലിലെ ജലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പ്രതിച്ഛായൊന്നും അതിൽ കാണാനൊക്കില്ല. എൻ്റെ സ്വദേശം കുട്ടനാടാണ്, ചങ്ങനാശ്ശേരി ആണ്. അവിടെ ഞങ്ങളുടെ ആ വീടിന്റെ ഒക്കെ മുന്നിൽ കൂടെ ഒരു കായൽ ഒഴുകുന്നുണ്ട്. എന്നാൽ കായലില് പോയിട്ട് അതിന്റെ വീട്ടിന്റെ മുന്നിൽ പോയിരുന്നിട്ട് അരികിൽ പോയിരുന്നിട്ട് നോക്കുമ്പം പ്രതിച്ഛായ കാണാൻ പറ്റുന്നുണ്ട്, റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്, അവനവനെ കാണാൻ പറ്റുന്നുണ്ട്. കടലിൽ അത് സാധ്യമല്ല. അതുപോലെ തന്നെയാണ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിഫ്ലക്ഷനും അവിടെ കിട്ടില്ല എന്നുള്ളതാണ്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നോക്കുമ്പം എന്ത് റിഫ്ലക്ഷനെ കാണുക? റിഫ്ലക്ഷൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സത്യാവസ്ഥയാണ്. ഞാൻ എന്താണ് എന്നുള്ളത് അതിൻ്റെ ഒരു ഉണ്മയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് പക്ഷെ തിളച്ച വെള്ളത്തിൽ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് തിളച്ചു നിൽക്കുന്ന മനസ്സിൽ ആണ് ഈ ആങ്കർ എന്ന് പറയുന്ന ഈ കോപം, അരിശം, ദേഷ്യം, വിദ്വേഷം, ഇതെല്ലാം അതിൻ്റെയൊക്കെ വകഭേദങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒരു തിളച്ച വെള്ളം പോലെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അവിടെ ആങ്കറുമായിട്ട് ആ തിളച്ച വെള്ളത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ദേഷ്യം, കോപം ഒക്കെ വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളല്ലാതെയായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ കോപം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇറ്റ് ഡസൻറ്റ് സോൾവ് എനിത്തിങ്, ഒരു സൊല്യൂഷൻ അല്ല, അത് ഒരു പരിഹാരം അല്ല കോപം എന്നുള്ളത്. അതൊന്നും നിർമ്മിക്കുന്നില്ല. നമ്മൾ കോപിക്കുമ്പം നമ്മളായിട്ടൊന്നും നിർമ്മിക്കുന്നില്ല, മറിച്ച് എല്ലാം അത് തകർക്കുന്നുണ്ട്.
അതാണ് കോപത്തിന്റെ ഒരു പ്രത്യേകതകളിൽ ചിലത്. പിന്നീട് പറയുകയാണെങ്കിൽ ഒരു ഓർമ്മ വരുന്ന ഒരു ചൈനീസ് പ്രോവേർബ് ഉണ്ട്. ചൈനക്കാര് പല കാര്യത്തിലും ഫിലോസഫിക്കലായിട്ട് തത്വജ്ഞാനികളാണല്ലോ അവര്. ഈ കൺഫ്യൂഷ്യസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ എവിടെയോ വായിച്ചൊരു സാധനം ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. ഒരു നിമിഷം നമ്മൾ ക്ഷമ ശീലിച്ചാൽ, അതായത് കോപം ഇങ്ങനെ ഇരച്ചു തുള്ളി വരുന്ന ആ ഒരു നിമിഷം നമ്മൾ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ 100 ദിവസങ്ങൾക്കുള്ള വേദനാജനകമായ 100 ദിനങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്ന് ചൈനക്കാര് പണ്ടെങ്ങാണ്ടോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തു പറഞ്ഞാൽ ഈ വിദ്വേഷം, കോപം എല്ലാം പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കലാണ്. എന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നത്? അതാണ് ഏറ്റവും രസം. ആരോ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കുന്ന ഒരു 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 ചിന്താ പദ്ധതിയൊക്കെയാണ് ഈ കോപം എന്ന് പറയുന്നത്. എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചി അമ്മച്ചി എന്ന് വിളിക്കുന്ന ഒരു പാർട്ടി. അപ്പൊ ഞങ്ങളെ വീട്ടിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കലഹം നടക്കുന്ന സമയത്ത് എന്റെ ചേച്ചിയമ്മച്ചി എന്റെ അമ്മച്ചിയോട് പറയുന്നത്, എടി തങ്കച്ചി, നീ എന്നാത്തിനാടി ഈ സാത്താന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. പുള്ളിക്കാരത്തിയുടെ തിയറി അനുസരിച്ച് ഓരോ കലഹവും ഓരോ കോപാവസ്ഥയും നമ്മൾ സാത്താന് വേണ്ടിയിട്ടുള്ള നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളാണ്. അതെനിക്ക് അന്നൊന്നും വലിയ പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിലും ഇന്നിപ്പോ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ വന്നപ്പോൾ അതൊരു രസമുള്ളൊരു കാര്യമായിട്ട് തോന്നി. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് ഈ കോപത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോ തന്നെ അതിനെ ഒന്ന് പൊളിച്ചെഴുതണം എന്നുള്ള, അതായത് പാരമ്പര്യമായിട്ടുള്ള ചിന്തകൾ കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ പുസ്തകത്തിലും ഗൂഗിളിലും പിന്നെ വിക്കിപീഡിയയിലും എല്ലാം അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ കീശയിലുള്ള ഫോണിനകത്ത് ഉള്ള കോപ വിവരങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ലേശം ഒന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയും, വ്യത്യസ്തമായ രീതിയിലൊന്ന് നമുക്ക് കോപത്തെ കാണാം. അപ്പോഴേ ഇതൊരു അർത്ഥവത്താവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എപ്പോഴും ഒരു സ്ഥിരം പോകുന്ന വഴിയിൽ നിന്ന് മാറിയിട്ട് ഒന്ന് മാറ്റി ചിന്തിക്കുക. നമ്മൾ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾട്ടേർഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണല്ലോ നമ്മൾ, അതുപോലെ ആണല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് ഈ കോപത്തെ പറ്റിയിട്ടൊന്ന് ഓൾട്ടേർഡ് ആയിട്ട് ഒന്ന് മാറ്റി ചിന്തിക്കാം. കോപത്തെ പറ്റിയിട്ട് കുറെ കെട്ടുകഥകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കെട്ടുകഥ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മിത്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ കോപത്തെ പറ്റിയിട്ടുള്ള കുറെ മിത്തുകളൊന്ന് നമുക്ക് ആദ്യം ഒന്ന് പൊളിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് സുഗമമായിട്ട് അങ്ങ് പ്രവേശിക്കാം. കോപത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രധാന മിത്ത്, ഒരു കെട്ടുകഥ എന്താന്ന് വെച്ചാൽ, കോപം ഒരു മോശം കാര്യം, കോപം ചീത്തയാണ്, അല്ലെ? ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യം. കോപം ഒരു വൃത്തികെട്ട പരിപാടിയാണ്, മോശമാണ്, ചീത്തയാണെന്നൊക്കെ ഉള്ളു. എന്നാൽ അങ്ങനെയാണോ? അതൊരു കെട്ടുകഥയായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതൊരു മിത്തായിട്ട് നമുക്ക് അതിനെ ഒന്ന് സമീപിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കോപത്തെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം, 2 തരം കോപങ്ങളായിട്ട്. ഒന്ന് സൃഷ്ടിപരമായിട്ടുള്ളൊരു കോപവും, നമുക്ക് വേണമെങ്കിൽ അതിനെ എങ്ങനെയാ പോസിറ്റീവ് എന്ന് പറയാം. അപ്പൊ അതാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ. അപ്പം സൃഷ്ടിപരമായ കോപം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കോപം, മറ്റൊന്ന് നശീകരണമായ കോപം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കോപം. അങ്ങനെ നമുക്ക് കോപത്തെ രണ്ടായിട്ട് തിരിക്കാം. കോപം തെറ്റുക അല്ല, ശരിയുമല്ലാത്തൊരു കാര്യമാണ്. അതൊരു അനിവാര്യതയാണ് കോപം എന്ന് പറയുന്നത്. അതിങ്ങനെ വന്നും പോയി ഇരിക്കും. മനുഷ്യന്റെ വികാരങ്ങൾ പലതും ഉണ്ടല്ലോ. അത് നമ്മൾ അങ്ങനെയാ പറയുന്നത്, ഹ്യൂമൻ ബീയിങ്സ് ആർ ഫീലിംഗ് ബീയിങ്സ് എന്ന് പറയും. എനിക്ക് ഫീലിംഗ് എന്നുള്ള വാക്കിന്റെ കൃത്യമായ മലയാളം എന്താന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടുന്നില്ല. എനിക്ക് ഐ ഫീൽ സാഡ് എന്നുള്ളതിന് നമ്മൾ പറയാ എനിക്ക് സങ്കടം തോന്നി എന്നായിരിക്കും. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഫീലിംഗ് എന്നുള്ളതിന് ഒരു തോന്നിക്കൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. എല്ലാ നേരത്തും സർവ്വസമയത്തും മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവി. എപ്പോഴും എല്ലാ നേരത്തും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്തോണ്ടിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ
ഫീലിങ്സ് എന്ന് പറയുമ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുന്നുണ്ട്. അതൊരു ഫീലിംഗ് ആണ്, ആ വിഷാദം ആയിട്ട് ഉള്ളൊരു സാധനം. അത് നമ്മൾ അതിന്റെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തും. അത് തന്നെ ആലോചിച്ച് നടന്നു കഴിയുമ്പോൾ അത് ഒരു പക്ഷേ ഡിപ്രഷനിലേക്കും ട്രോമയിലേക്കും ഒക്കെ എത്താറുണ്ട്. അത് ഞാൻ പറയുന്നത് അതൊരു ഫീലിംഗ് ആണ്, അത് മനുഷ്യന്റെ ഒരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ ഈ കോവിഡിന്റെ കാലത്ത് പലരെയും അലട്ടുന്ന ഒരു കാര്യമാണ് ജോലി ഇല്ലാതെ ആയി പോകുന്നൊരവസ്ഥ. ജോലി ഇല്ലാതെ ആയി പോകുന്നൊരവസ്ഥ, ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ, എവിടുന്ന് ശമ്പളം കിട്ടും, ഒരു സ്ഥിരമില്ലായ്മ, ഒരു അസ്ഥിരത, അത് വളർന്ന് 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 ഒരു ഉത്കണ്ഠയിലേക്ക് എത്തും, ആങ്സൈറ്റിയിലേക്ക് എത്താറ്. ഇതെല്ലാം ഫീലിങ്സ് ആണ്. പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പം നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളും പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അരിശം വരുമല്ലോ. അതൊരു ഫീലിംഗ് ആണ്. അപ്പൊ നമ്മളെപ്പോഴും ശീലിച്ചിട്ടുള്ളത് ഈ കോപം എന്ന് പറയുന്ന ഈ അവസ്ഥയെ ഒരു മോശപ്പെട്ട വികാരമായിട്ട് കാണുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ തള്ളി പറയേണ്ട ഒരു കാര്യമാണ് കോപം എന്നൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം. ഇറ്റ്സ് എ ബാഡ് തിങ്. നേരത്തെ പറഞ്ഞാല് ചീത്തയാണ്, അത് മോശമാണ്. അത് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കാരണം ഒരു പക്ഷേ ഇതിന്റെ ഈ നശീകരണ സ്വഭാവം മാത്രം കാണുന്നോണ്ടായിരിക്കും. കോപം എന്ന് പറയുന്ന വികാരത്തിന്റെ നശീകരണ സ്വഭാവം മാത്രം നമ്മൾ കണക്കിലെടുക്കുന്ന സമയത്താണ് അത് ചീത്തയായിട്ട് തോന്നുന്നത്. കോപിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചയിട്ട് സംസാരിക്കുക. അത് കോപത്തിന്റെ ഒരു കൂടപ്പുറപ്പാണ്. ഭയങ്കര ഒച്ചയിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ എന്താ, പിന്നെ വാതിലൊക്കെ ഇങ്ങനെ കൊട്ടി അടയ്ക്കുന്ന ഒരു ഇതുണ്ട്. പൊത്തോ എന്ന് പറഞ്ഞ് വാതിലൊക്കെ അടയ്ക്കും. പിന്നെന്താ, പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നൊരു സ്വഭാവം. എൻ്റെ മോൾക്ക് ആ സ്വഭാവം ഉണ്ടായി. ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഫോണൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഏത് സമയം നോക്കിയാലും അവളുടെ ഫോണ് ഇങ്ങനെ അതിന്റെ സ്ക്രീനൊക്കെ പൊട്ടിയിരിക്കുന്നതാണ്. അപ്പൊ ഞാനതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ തൊഴില് കൗൺസിലിംഗ് ആയതുകൊണ്ടും കുട്ടികളുമായിട്ട് സ്ഥിരം ബന്ധമുള്ളതുകൊണ്ടും ഒരുപാട് സ്കൂളുകളിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് അവരിങ്ങനെ അനുഭവങ്ങളൊക്കെ പങ്കിടുന്ന സമയത്ത് അവരോട് ചോദിക്കുന്ന സമയത്ത് ഇതുങ്ങൾക്കൊക്കെ ഇതിൽ പലർക്കും ഉണ്ട് ഈ എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവം. അപ്പൊ എനിക്ക് ഒരല്പം സമാധാനമൊക്കെ, എന്റെ കൊച്ചിന് മാത്രമൊന്നും അല്ലല്ലോ ഈ സ്വഭാവം, ഇത് പൊതുവായിട്ട് കുട്ടികൾക്കെല്ലാം ഉള്ളൊരു സ്വഭാവമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആശ്വസിച്ചു. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോൾ ഷെയറിങ് കേൾക്കുന്ന സമയത്ത് ആശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിച്ച് ഒരു ഷെയറിങ്ങിന്റെ ഒരു മീറ്റിംഗ് പ്ലേസിലേക്ക് വരുന്ന നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെന്ന് കാണുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ ഈ എറിഞ്ഞു പൊട്ടിയിരുകാര് ഒരുപാട് പേര് പിള്ളേരുടെ ഒരു സ്വഭാവമാണ് എന്നൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കോപത്തിന്റെ പ്രകടനങ്ങളാണ്, അത്രയേ ഉള്ളൂ. ഇത് ആവിഷ്കാരം എന്നൊക്കെ നമ്മൾ പറയും. കോപത്തിന്റെ ഒരു ആവിഷ്കാരമോ പ്രകടനമോ എങ്ങനെ വേണേലും കാണാം. അപ്പോ ഈ കോപം സമം അക്രമം, വയലൻസ് ഇല്ലെങ്കിൽ അഗ്രഷൻ എന്നൊക്കെ നമ്മൾ പറയും. കോപം ഇസ് ഈക്വൽ ടു അക്രമം എന്നുള്ള ഒരു സമവാക്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത് മോശപ്പെട്ട കാര്യമാണെന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ കോപം എന്ന് പറഞ്ഞാൽ അക്രമമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോപവും അക്രമവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അത് ഒരിക്കലും ഒരു സമവാക്യത്തിൽ ഒതുക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ്. രണ്ടും രണ്ടാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ കോപം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനം, അത് അകത്തുനിന്ന് വരുന്ന ഒരു വികാരമാണ്. അക്രമം എന്ന് പറയുന്നത് കോപത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ്, ഒരു രീതി. കോപം പ്രവർത്തിക്കുന്ന ഒരു രീതി മാത്രമാണ് അക്രമം. ഇത് രണ്ടിനെയും നമ്മൾ ഒന്നായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് നന്മ തിന്മ, ചീത്ത മോശം, നല്ലത് ചീത്ത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബൈനറീസ് നമ്മൾ പറയും, അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇതിനകത്തൊക്കെ കൊണ്ട് നമ്മൾ കോപത്തെ പ്രതിഷ്ഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അത് ഒരു എന്താ, നന്മ എങ്ങനെ കോപത്തിൽ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അപ്പൊ അടുത്തൊരു സംശയം വരുന്നത്. കോപം തിന്മയല്ല എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നു. അപ്പൊ കോപത്തിൽ എന്താ നന്മ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ലെ? അപ്പോഴേ നമുക്ക് ഈ കോപം മോശമാണ് എന്നുള്ള കെട്ടുകഥയൊന്ന് പൊളിക്കാൻ പറ്റും.
അതിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അടുത്തൊരു കെട്ടുകഥയിലേക്ക് കിടക്കാം. കോപത്തെ കുറിച്ചിട്ടുള്ള അടുത്തൊരു കെട്ടുകഥ. കോപം ആവശ്യമാണ്, അങ്ങനെ ഒരു കെട്ടുകഥയുണ്ട്. അല്ലെങ്കിൽ അല്ല, കോപം അനാവശ്യമാണ്. ഇറ്റ്സ് എ ഗുഡ് ഫോർ നത്തിങ് തിങ്, ഇറ്റ്സ് എ യൂസ്ലെസ് തിങ്. ആങ്കർ ഇസ് എ യൂസ്ലെസ് തിങ്. അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല കോപം കൊണ്ട്. ശരി, അതൊരു കെട്ടുകഥ ആവുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറയുന്നു കോപം ആവശ്യമാണ്, കോപം കൊണ്ട് ഉപയോഗങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുമ്പം ഇങ്ങനെ എന്താ ഈ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാനത് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമ്മുടെ എല്ലാ ഇമോഷൻസിനും, എല്ലാ വികാരങ്ങളും ചുമ്മാ വരുന്നതൊന്നും അല്ല. അതിനെല്ലാം ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന വികാരം അതിന് ഉദ്ദേശം ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട. മനുഷ്യന്റെ എല്ലാ വികാരങ്ങൾക്കും എന്തേലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഭയം എന്ന് പറയുന്ന ഒരു വികാരം, അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു വരാനിരിക്കുന്ന ഒരു അപകടത്തെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താനുള്ള ഒരു സൂചനയാണ് ഭയം, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്. ആ ഭയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്ത്, നമ്മൾ അതിജീവിച്ചതൊക്കെ മനുഷ്യന് ഭയം എന്നുള്ള വികാരം ഉള്ളത് കൊണ്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പിതാമഹന്മാർ, ആദ്യ മനുഷ്യരൊക്കെ ഒരു കടുവയെ കണ്ടു, അവർക്ക് ഇതിന്റെ അപകടം മനസ്സിലാവാതെ ഭയപ്പെടാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കടുവ വന്നിട്ട് അയാളെയും അങ്ങനെയും പിടിച്ച് തിന്നുകൊണ്ട് പോകും. അപ്പൊ അവിടെ ഭയമില്ലായ്മ എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്താണ്. അവിടെ ഭയം വേണം. ഒരു അപകടത്തിന്റെ മുന്നിൽ ഭയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ രണ്ട് തരത്തിൽ പ്രതികരിക്കുന്ന പറയുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡ്, ഫ്ലൈറ്റ് മോഡ് എന്ന് നമ്മൾ ഫോണിൽ പറയില്ല, അതുപോലെ ഞാനും പറയും ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം നമ്മൾ സൈക്കോളജിയിൽ അങ്ങനെ പറയാം. ഒന്നെന്താന്ന് വെച്ചാൽ നമ്മൾ നേരിടും, അതുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ കടുവയായിട്ട് മൽപ്പിടുത്തം നടത്തും, അത് ഫൈറ്റ് മോഡ്. അല്ലേല് നമ്മൾ ഓടി സ്കൂട്ടാവും, രക്ഷപ്പെടും, നമുക്കറിയാം അതിനോട് മുട്ടിയിട്ട് കാര്യമില്ല എന്നറിയാം, അത് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയും. അപ്പൊ ഇതാണ് ഈ ഭയത്തിന്റെ വരുന്ന സമയത്ത് അതൊരു വികാരം എന്നുള്ള നിലയിൽ നമ്മൾ ഇതൊക്കെയാണ് അപകടത്തെ നേരിടാനുള്ള ഒരു മുന്നറിയിപ്പാണത്. പിന്നെ നമ്മൾ പറയില്ല ഈ ഏകാന്തത, അതൊരു വികാരം തന്നെയാണ്. ലോൺലിനെസ് നമ്മൾ പറയും, നമ്മൾ എയിൽ പറയും HALT, ഹോൾട്ട് എന്ന് പറയുന്നതിൽ ഒരു സാധനമാണത്. അതിൽ L എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലോൺലിനെസ് എന്ന് പറയും. ഹങ്കർ, ആങ്കർ, ലോൺലിനെസ്, പിന്നെ തേഴ്സ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ ഏകാന്തത എന്ന് പറഞ്ഞാല് ഈ വികാരം ഒരു ആവശ്യമുള്ള വികാര. എങ്ങനെ ആവശ്യം? അതായത് മനുഷ്യന് ബന്ധങ്ങളില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ബന്ധങ്ങളുടെ ആവശ്യകത വിളിച്ചോതുന്ന ഒരു വികാരമാണ് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആങ്കർ, കോപം. കോപം എന്ന് പറഞ്ഞ വികാരം നാടൻ ഭാഷയിൽ പറഞ്ഞ എന്നാ കോപ്പ എന്നുള്ള ഒരു രീതിയിലേക്ക് പോയ സ്വയം സംരക്ഷണത്തിന് നമ്മളെ സജ്ജരാക്കുന്ന ഒരു വികാരമാണ് സ്വയം സംരക്ഷണത്തിന്. അവിടെ നമ്മളത് പ്രത്യേകം നോക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ അതിനെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. കോപം എന്ന് പറയുന്നത് ഒരു ആവശ്യമുള്ള ഒരു വികാരമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് എല്ലാവരും അനാവശ്യമാണെന്ന് പറയുമ്പം കോപവും ആവശ്യവുമാണ്, അതിനൊരു ഉപയോഗവും ഉണ്ട്. ഈ അതിജീവനം തന്നെയാണ് മനുഷ്യന്റെ ആദ്യകാലം മുതൽ. നമ്മൾ ഇന്നിപ്പോ അതേ ഈ മീറ്റിങ്ങിന് നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നതൊക്കെ ഈ അതിജീവനം നടന്നതുകൊണ്ടാണ്, സർവൈവ് ചെയ്തുകൊണ്ടാണ്. ഡാർവിൻ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എന്താ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും. പണ്ട് ബാറിലൊക്കെ ഇരുന്ന് ഞാൻ തമാശ പറയുന്ന ഒരു കാര്യം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് ഡാർവിൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫിറ്റായി ഇരിക്കും ഏത് സമയവും. അതുകൊണ്ടാണ് കള്ളുകുടിക്കുന്നത്, സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് കള്ളുകുടിക്കുന്നതെന്ന് ചുമ്മാ തമാശയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പരിണാമ സിദ്ധാന്തത്തിൽ പോലും പറയുന്ന ഒരു കാര്യമാണ് ഈ ആങ്കർ എന്ന് പറയുന്ന ആ സാധനം. നമുക്ക് അതിജീവനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ആങ്കർ. ഇനി അത് കുറച്ചും കൂടി ഒന്ന് വിപുലമാക്കി പറയുകയാണെങ്കിൽ, നമ്മള് കോപം വരുമ്പം, നമ്മളൊക്കെ അരിശം വരുമ്പം എന്താണ് നമ്മളെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ശരീരത്തിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതാണ് അത് എനിക്ക് ടെക്നിക്കൽ ഒഴിവാക്കാന്ന് വിചാരിച്ചാലും ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഗ്രന്ഥികൾ ഒരുപാടാണ് ശരീരത്തിൽ. അതിൽപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് നമ്മളെ അഡ്രിനലിൻ ഗ്രന്ഥി എന്ന് പറയും. അതിന്റെ സ്ഥാനം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ട് വരും. ഒരു ത്രികോണ ആകൃതിയിലുള്ളൊരു സാധനം.
രണ്ട് കിഡ്നി, റൈറ്റ് കിഡ്നിയിലും ലെഫ്റ്റ് കിഡ്നിയുടെയും തൊട്ട് മുകളിലായിട്ടുള്ള ഒരു ത്രികോണ കിഡ്നിക്ക് ഒരു തൊപ്പി വെച്ചിരിക്കുന്ന മാതിരി തോന്നും. ഒരു വിഡ്ഢി തൊപ്പി എന്ന് നമ്മൾ പറയില്ലേ, അതുമാതിരി ഒരു വിഡ്ഢി തൊപ്പി ഇട്ടിട്ടുള്ള കിഡ്നി. അങ്ങനെ ഒന്ന് സങ്കല്പിച്ച അഡ്രിനാലിൻ ഗ്രന്ഥി എന്താന്ന് നമുക്ക്, അതിനകത്ത് ഉൽപ്പാദിക്കുന്ന സാധനമാണ് ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന രാസവസ്തു. ഓക്കെ, ഈ രാസവസ്തു നമുക്ക് അരിശം വരുമ്പോഴാണ് ഉണ്ടാകുന്നത്, ഭയം വരുമ്പോൾ ഉണ്ടാവും, ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും അഡ്രിനാലിൻ. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ശരീരത്തിന് ഊർജം കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ശരീരത്തിന് കൂടുതൽ ഊർജം കിട്ടും, ശരീരത്തിന് ശക്തി വെക്കുകയാണ്. അപ്പം ഇല്ലാത്തൊരു ശക്തി, സാധാരണഗതിയിൽ ഇല്ലാതിനേക്കാളും ഒരല്പം കൂടി കൂടുതൽ ശക്തി കിട്ടും. അത് അഡ്രിനാലിൻ നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വേദന ഒരു പരിധി വരെ ശമിപ്പിക്കുന്നു, കുറച്ച് കിട്ടുന്നുണ്ട് ഈ ഒരൊറ്റ കെമിക്കൽ കൊണ്ട്. ഇത് കോപം ഉണ്ടാവുമ്പോൾ ഉണ്ടായി വരുന്ന ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കലാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കാട്ടുമൃഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ കോപം നമ്മൾ ഈ കണ്ടിട്ടില്ലേ, അതിനെ ആക്രമിക്കാൻ പോകുമ്പോൾ പഴയ സിനിമകളിലൊക്കെ കാണാം, ഒച്ചയിട്ടുണ്ട് എന്നൊക്കെ അലറിക്കൊണ്ടൊക്കെയാണ് പഴയ കാട്ടാളന്മാര് ഈ മൃഗത്തെ ആക്രമിക്കാൻ പോകുന്നത്. അവിടെ കോപമാണ് പ്രവർത്തിക്കുന്നത്, മൃഗത്തോടുള്ള ആ വിദ്വേഷം, ദേഷ്യം പ്രവർത്തിക്കുന്നു. അപ്പൊ അഡ്രിനാലിൻ കൂടുന്നു, അപ്പൊ അവന്റെ ശക്തി കുറച്ച് വർദ്ധിക്കുന്നു, അവന്റെ ഊർജം കൂടുന്നു, അവന്റെ സ്റ്റാമിന കൂടുന്നു. ഇനി അഥവാ ഒരു മാന്തൊക്കെ കിട്ടിയാൽ ആ വേദനയൊക്കെ അവന് അത്ര വലിയ വേദനയായിട്ടൊന്നും തോന്നുന്നില്ല. വീണ്ടും വരുന്നു, നമ്മൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കോപം എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങൾക്ക് ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവര് കരയുന്നത് കാണാം. വിശപ്പ് വരുമ്പം കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട് പാല് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കരച്ചിലിന്റെ പിന്നിൽ ഒരു കോപം ഒളിഞ്ഞിരിപ്പുണ്ട്. ആദ്യ കാലത്തെ കരച്ചിലുകളിൽ പോലും കോപം ഉണ്ടെന്നാണ്. അവർ ഈ കരയുന്നത് അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, അതിന്റെ ആ ഒരു ഭക്ഷണമില്ലായ്മയിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു കോപത്തിൽ നിന്ന് അവർ കരയുക. ആ കോപം, ആ കരച്ചിൽ കൊണ്ട് അവർ നേടുന്നത് എന്താ വെച്ചാൽ അറ്റൻഷനാണ് കിട്ടുന്നത്, ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അമ്മയുടെ ആയാലും ശ്രദ്ധ അവർ പിടിച്ചു പറ്റും. ഉടനെ നമ്മൾ കൊച്ചിന് കൊണ്ട് പാലൊക്കെ കൊണ്ടു കൊടുത്ത് അതങ്ങ് വിശപ്പങ്ങ് ശമിക്കുന്നതോടുകൂടി കരച്ചിലും നിൽക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ചൊല്ല് വരെയുണ്ട്, കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്നൊക്കെ ഒരു ചൊല്ലൊക്കെ. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് പോലും അവരുടെ ഒരു കോപത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് ഈ കരച്ചിൽ. ആ സമയത്ത് വിശന്ന് കരയുന്ന കുഞ്ഞിന്റെ ഒരു ഇളം കോപം അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളും നമ്മുടെ പൊതുജീവിതത്തിലൊക്കെ നമ്മളെപ്പോഴും ഈ കോപത്തിന്റെ ഗുണപരമായ ചില കാര്യങ്ങൾ കാണാറുണ്ട്. അതിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യൂ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോയിട്ട് അവിടെ ക്യൂ നിൽക്കുക, ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. ക്യൂ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങുന്നില്ല, നമ്മൾ അസ്വസ്ഥരാകും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നുകൊണ്ട് എന്നാ പറയുന്നത്, ഫോണിലിട്ടോണ്ട് കുത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് ദേഷ്യം പിടിക്കുമല്ലോ, നമുക്ക് അരിശം വരുമല്ലോ, നാച്ചുറലി വരണം. അപ്പൊ നമ്മൾ ബഹളം വെക്കും. അപ്പൊ നമ്മുടെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും, നമ്മൾ ഉടനെ ബഹളമൊക്കെ വെച്ച് അതൊക്കെ ആകുമ്പോഴേക്കും അപ്പം അയാൾക്ക് മനസ്സിലാവും, ഇത് രക്ഷയില്ല, പണിയെടുക്കാതെ രക്ഷയില്ല. അപ്പൊ നമ്മുടെ കോപ പ്രകടനം അവിടെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നറാന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോപ പ്രകടനമാണ്. അത് ഞാൻ പറയുന്നതാണ്, ഇതൊരു മോശപ്പെട്ട കാര്യം മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു മൂന്നാമത്തെ ഒരു മിത്തിലേക്ക് കിടക്കാം, മൂന്നാമത്തെ ഒരു കെട്ടുകഥയിലേക്ക് കിടക്കാം, കോപത്തെ കുറിച്ചിട്ടുള്ള. ഇതെപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു വാചക, എനിക്ക് ഈ കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമ്മളെല്ലാം പറയാറുള്ളത്, എനിക്ക് ഈ അരിശം വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വിഷയം അത് തന്നെയാണല്ലോ, എങ്ങനെ കോപത്തെ നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ വിഷയം. ഇത് സത്യം പറഞ്ഞ ഒരു മിത്താണ്, ഇതൊരു കെട്ടുകഥയാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിപ്പോ എങ്ങനെയാ അത് മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾ കോപിക്കുന്നത് ആരോടാണ്, എപ്പോഴാണ്, നന്ന് പുറകോട്ടൊന്ന് റീവൈൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ അരിശമൊക്കെ നടക്കുന്നിടത്ത് മാത്രമേ നമ്മൾ പ്രയോഗിക്കുന്നുള്ളൂ. പലപ്പോഴും, എപ്പോഴും അല്ല, പലപ്പോഴും നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കാറുള്ളൂ. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ കെട്ടിയോളെടുത്തും ഒക്കെ നമ്മൾ അരിശം വരുമ്പോൾ നല്ല ചീത്ത പറയുന്നു, ഇതൊക്കെ നമുക്കറിയാം. അങ്ങോട്ട് തിരിച്ച് വലിയ ഇവിടെ വന്നാൽ ഇങ്ങോട്ടും കുറച്ച് എന്തെങ്കിലും ഒരു ബഹളം വെക്കുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല.
മക്കളെടുത്ത് നമ്മൾ അരിശപ്പെടുന്നു. ആ സമയത്ത് നമുക്കറിയാം നമുക്കൊരു അധികാരത്തിന്റെ ഒരു സ്വരം ഉണ്ടാവും ആ കോപത്തിന്. അപ്പൊ നമുക്കറിയാം അങ്ങോട്ടൊന്നും പ്രതികരിക്കത്തില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് നടക്കും എന്ന തോന്നലുള്ള ഇടങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കുന്ന കോപം. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പണിക്കാരോട് ഇല്ലെങ്കിൽ താഴത്ത് നമ്മുടെ കീഴ് ജീവനക്കാരോടൊക്കെ നമ്മൾ കോപിക്കാറുണ്ട്. നമുക്കറിയാം അവന്മാരൊന്നും തിരിച്ചിങ്ങോട്ട് പറയത്തില്ല. നമ്മളൊരു മുകളിൽ ഉയരത്തിലൊരു ജോലിയൊക്കെ ചെയ്യുന്ന ആളാകുമ്പോൾ നമുക്കറിയാം ഒന്നും മറുത്ത് പറയത്തില്ല എന്നറിയാം. അവിടെ നമുക്ക് കോപിക്കാനൊരു ലൈസൻസ് ആണത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കാണുമ്പോൾ നാച്ചുറലി നമ്മുടെ കോപം കുറച്ച് കൂട്ടും. അതാ നേരത്തെ ഞാൻ പറഞ്ഞ ക്യൂവിൽ നിൽക്കുന്ന ആളുടെ അത് നമുക്കറിയാം. നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഒരുപാട് പേര് കൂട്ടിനുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കോപിക്കും. എന്റെ ചോദ്യം ഇതാ, നമ്മൾ എപ്പോഴെങ്കിലും ഒരു പോലീസുകാരനോട് കോപിച്ചിട്ടുണ്ടോ? വെള്ളമടിച്ച് വിറ്റാകുന്ന സമയത്തൊക്കെ വല്ലവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും വളരെ വളരെ കുറവല്ലേ അത്. അതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ നടക്കില്ല ഈ പരിപാടി എന്നറിയാം. അപ്പോഴവിടെ നമ്മൾ ഒരു നിയന്ത്രണം നടത്തുന്നില്ലേ? ഇല്ലേ? എന്നിട്ടാണോ നമ്മൾ പറയുന്നത് എനിക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന്? അവിടെ നമ്മൾ ഒരു പോലീസുകാരൻ്റെ അടുത്തൊന്നും നമ്മൾ ഒരു കോപവും പ്രകടിപ്പിക്കുന്നില്ല. എന്റെ സാറേ, പൊന്നു സാറേ, പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിലല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് തെറ്റെങ്കിലും നമ്മൾ താന്നു നിൽക്കുന്നുണ്ടല്ലോ അവിടെ, അല്ലെ? അതും ഒരു തരം അതിജീവനം തന്നെയാണ്. നമ്മുടെ മഹാ പുരുഷന്മാര് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് പണ്ട് കാലത്തെ കാട്ടാളന്മാര് ചെയ്തുകൊണ്ടിരുന്ന അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയാണത്. അപ്പോ ഇത് വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ വേണ്ട, ഒരു കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഗുണ്ടയുടെ അടുത്ത് പോയിട്ട് നമ്മൾ കോപിക്കാൻ നിൽക്കുവോ? എവിടെന്ന്? നമുക്കറിയാം അത് നടക്കുന്ന കാര്യമല്ല. അവനെ എടുത്തിട്ട് വീശിക്കഴിഞ്ഞാൽ കീറിപ്പോകും നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ സന്ദർഭം നോക്കിയിട്ട് നമുക്ക് കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം അവൻ പോക്കിരിയാണ്, ഗജപോക്കിരിയാണ്, അവനെ തെറി പറയണം, ചീത്ത പറയണം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പറയത്തില്ല. കാരണം അവന്റെ കൈ കത്തിയുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് കോപം നിയന്ത്രിക്കുവാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണെന്ന് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഈ കോപം നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എങ്ങനെ കോപം നിയന്ത്രിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കോപം ഉണ്ടായി വരാനുള്ള കാരണങ്ങളെ പറ്റി പെട്ടെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ കാര്യങ്ങളൊന്നും. ഈ കോപം ഉണ്ടാകുന്ന കാരണങ്ങൾ ജനറലായിട്ട് പറയുകയാണെ. ഒന്ന്, നമ്മള് ക്ഷമ നശിക്കുമ്പോൾ നമ്മൾ കോപാകുലരാകുന്നുണ്ട്, നമുക്ക് കോപം വരുന്നുണ്ട്, അരിശം വരും. ഈ ക്ഷമ നശിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല. ഈ നേരത്തെ ഈ ക്യൂ നിന്ന സമയം അവിടെ നമ്മളെ ക്ഷമ നശിച്ചപ്പോഴാണ് നമുക്ക് കോപം വന്നത്. അപ്പൊ അതൊന്ന്, ക്ഷമ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ ഞാൻ പറയുന്ന കോപത്തിനുള്ള കാരണങ്ങൾ വിവരിക്കുക. പിന്നെ നമ്മുടെ ഈ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ അഭിപ്രായങ്ങള്, നമ്മുടെ പ്രവർത്തനങ്ങള് നല്ലതാണെന്ന് നമുക്കറിയാം, പക്ഷെ ആരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈർഷ്യം, ഒരു കോപമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ആരിൽ നിന്നും അനുമോദനങ്ങളൊന്നും കിട്ടാതെ വരുന്നു, അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പം ഉണ്ടായി വരുന്ന ഒരു ഉൾകോപമുണ്ട്. ചിലപ്പോൾ അത് പുറത്തേക്ക് പൊട്ടിത്തെറിച്ചു. അതൊരു കാരണമാണ്. പ്രത്യേകിച്ച് ഞാനതൊന്നും കൂടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കോപാവസ്ഥയാണത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊന്നും ആരും നമ്മുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല. ഞാനിപ്പം കുടിക്കാതിരുന്നിട്ട് 17 വർഷമായി, എന്നിട്ടും എൻ്റെ വീട്ടുകാർക്കൊന്നും ഒരു മീച്ചവും ഇല്ല. അതിനെ അവരെന്നെ വരുന്ന ഒരു നല്ല കാര്യമായിട്ട് അവർ കണക്കാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒരു നീരസവും ഒക്കെ ഉണ്ട്. അത് വളർന്ന് കോപമായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്, അല്ലേ? നമ്മൾ ചെയ്തതിന് നമ്മളെന്തോ വലിയ കാര്യം ചെയ്ത് നമുക്കല്ലേ അറിയുള്ളൂ. നമ്മൾ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മുടെ പ്രശ്നമാണിത്. അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നത്, നമ്മൾ കുടിക്കാതിരിക്കുന്നത് നമുക്കറിയാം ഇത് നമുക്ക് പറ്റാത്ത പരിപാടിയാണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ അനുമോദനങ്ങൾ കിട്ടാതെ വരുന്ന സമയത്തും ഉണ്ടാവും ഇതേപോലത്തെ പ്രശ്നം. ആരും ഒന്നും ഒരു നല്ല വാക്ക് പറയുന്നുണ്ടാവില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് അതിനൊന്നും അംഗീകാരവും കിട്ടുന്നില്ല, അനുമോദനങ്ങളും കിട്ടുന്നില്ല. നാച്ചുറലി കോപം ഉണ്ടാവും. പിന്നെ
അടുത്തത് അന്യായങ്ങൾ കാണുമ്പം നമ്മൾ അറിയാതെ കോപിച്ചു പോകും. അത് ശരിയല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ കോപിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അങ്ങനെ തന്നെ വേണം. അന്യായം കാണുമ്പോൾ നമ്മൾ കോപിച്ചേ പറ്റൂ. പക്ഷെ അതിന്റെ രീതികളിൽ നമ്മൾ കെയർഫുൾ ആവണമെന്ന് മാത്രമേ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിൽ ഭയങ്കര ആഘാതം ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ ഉള്ള കാരണക്കാരും ഉണ്ടാവും. അവരെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു വല്ലാത്തൊരു നമ്മൾ പറയത്തില്ലേ, കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറി വരുന്നൊക്കെ, ഒരു ദേഷ്യം വന്നു എന്നൊക്കെ പറയും. അതൊന്നും. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ ഈ പ്രശ്നങ്ങൾ, നമുക്കെല്ലാം സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അമിതമായി ചിന്തിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടായി വരുന്നൊരു കോപങ്ങളുണ്ട്. ഞങ്ങൾ ഇതിനെ ശാസ്ത്രീയമായിട്ട് 4 സ്റ്റേജ് പറയും. കോപത്തിന്റെ 4 സ്റ്റേജ് ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല, അതൊരു രീതിയാണ്. ഞങ്ങൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. അതിനിപ്പോ എന്നാ പറയുന്നത്, ഈ അവബോധ പെരുമാറ്റ ചികിത്സ, അതിലും കുറച്ചും കൂടെ നമുക്ക് അതിനെ ഒന്നും കൂടെ ഒന്ന് താത്തിക്കൊണ്ടുവരാം, കോമൺ ആക്കി കൊണ്ടുവരാം. ഈ ഒരു തരത്തിലുള്ള നമ്മുടെ പെരുമാറ്റ രീതിയിൽ ഉണ്ടാക്കേണ്ട ഒരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഒരു തെറാപ്പി, ഒരു ചികിത്സാ രീതി. അതനുസരിച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ബിൽഡപ്പ്, ഈ 4 സ്റ്റേജ്. ഈ 4 സ്റ്റേജ് എന്താന്ന് വെച്ചാൽ, സ്റ്റേജ് നമ്പർ 1, അതായത് കോപത്തിന്റെ സ്റ്റേജ് നമ്പർ 1, അതിന് നമുക്ക് ബിൽഡപ്പ് എന്ന് പറയാം. ഇന്നിപ്പോ പുതിയ ന്യൂ ജനറേഷൻ ഒരു വാക്കാണ്. എല്ലാവരും ഈ കഥയിലെയൊക്കെ ബിൽഡപ്പ് ഉണ്ടാക്കുക, ഇങ്ങനെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇത് നമ്മൾ കോപാകുലനാവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്ക്, ഒരു തീപ്പൊരി. ആ സ്പാർക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു തീപ്പൊരി മതി നമ്മൾ ഇതാക്കാൻ. മൂന്നാമത്തെ നാച്ചുറലി തീപ്പൊരി ഉണ്ടായാലും എന്താ ഉണ്ടാകുന്നത്, ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, ഒരു എക്സ്പ്ലോഷൻ. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അപ്പം ഇത് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നു, ഇതിനൊരു സ്പാർക്ക് കിട്ടുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു. ഇനി ഫൈനൽ സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജ്, അതിന്റെ വരുംവരാഴികകൾ, ആഫ്റ്റർമത്ത് എന്ന് പറയും. ഈ പൊട്ടിത്തെറിക്ക് ശേഷമുള്ള അതിന്റെ പ്രശ്നങ്ങളും അങ്ങനെ കൊഴാമർച്ചിലുകളെല്ലാം കൂടെ ചേർന്ന് ഒരു അവസ്ഥ. അപ്പം ഇതാണ് ഇതിന്റെ ഒരു 4 സ്റ്റേജ് ആയിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിനെ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ടെക്നിക്കാലിറ്റീസ് ഇവിടെ എനിക്കും വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ ഈ ഭാഷ സംസാരിക്കാൻ. കാരണം നമുക്കെപ്പോഴും ലളിതമായിട്ട് പറയുമ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാകുന്നത്. ആൾക്കാർക്ക് തലേ കയറുന്നതും ലളിതമായിട്ട് പറയുമ്പോൾ. അതുകൊണ്ട് അതൊന്നും എനിക്ക് തോന്നുന്നു ഈ എയിലൂടെ നടന്നിട്ട് കിട്ടിയൊരു ശീലമായിരിക്കും. കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ള എപ്പോഴും കേൾക്കുന്ന ഒരു സൂക്താണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കീപ്പ് ഇറ്റ് സിമ്പിളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു ധാർമ്മിക വികാരമാണെന്ന് പറയാം കോപം. അതെങ്ങനെയാ ഈ ധാർമ്മിക വികാരം എന്നെങ്ങനെയാ നമ്മൾ പറയുന്നത്? അതായത് അവനവന്റെ ഒരു നീതിബോധം ഉണ്ടാവില്ല, എനിക്കായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അവനവന്റേതായ ഒരു നീതിബോധം ഉണ്ടാവും. അതിൽ അധിഷ്ഠിതമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിക്കും. നമ്മുടെ നീതിബോധത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ലാത്തൊരവസ്ഥ വരുമ്പം ഉണ്ടാവുന്ന ഒരു വികാരം, ഞാൻ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കുന്നില്ല, അപ്പൊ ഉണ്ടാവുന്നൊരു വികാരം. അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാനെ, നമുക്ക് എല്ലാവർക്കും പല കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ഒരു ഒരു മർക്കടമുഷ്ടി പലപ്പോഴും കാണാറുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റും ഉണ്ടാവും. ചില കാര്യങ്ങൾ ഇങ്ങനെ ആവാനേ പാടില്ല. ഇത് രണ്ടും നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ ഇംപ്രിന്റ് ചെയ്ത് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, ചിലത് ഇങ്ങനെ ആയിരിക്കരുത്. ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൽ തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ജോലി വിട്ട് കഴിഞ്ഞു വന്ന ഉടനെ ഞാൻ എന്നെ കാണുമ്പോഴേ തന്നെ പൂമുഖവാതിൽക്കൽ സ്നേഹം പരത്തുന്ന ആ ഭാര്യ അവിടെ വേണം, എനിക്ക് ചായ കൊണ്ടുതരണം, ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ചായ കിട്ടിയിരിക്കണം. ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന സാധനം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടം ചായയാണ്, പക്ഷെ അതിന് പകരം എനിക്ക് കാപ്പി കൊണ്ടുതരാൻ പാടില്ല. ഈ വകയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലെങ്കിൽ ഉണ്ടായി വരുന്നൊരു വികാരം. അത്രയും വിചാരിച്ചാൽ മതി.
പിന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികളോട് നമുക്കുണ്ടാകുന്ന ഒരു അതൃപ്തി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു വിയോജിപ്പ്. അവരങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇവരിങ്ങനെ ചെയ്തത് ശരിയായില്ല, ആ ഒരു ചിന്ത അവിടെ നിന്നുണ്ടായി വരുന്ന ഒരു കോപം. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ ശരി തെറ്റ്, അല്ലെങ്കിൽ നല്ലത് ചീത്ത, നേരത്തെ മുമ്പേ ഞാൻ പറഞ്ഞതാ, അത് ഒന്നിലും ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ, അങ്ങനെയൊക്കെ എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിരതയുണ്ട്, ഒരു സ്റ്റോക്ക് സാധനങ്ങളുണ്ട്. അത് ഒരു ചുരുക്കലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ചുരുക്കുകയാണ്, അത് ലിമിറ്റ് ചെയ്യാണ്, ലിമിറ്റിങ് യുവർ ഓപ്ഷൻസ്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഒന്ന് ആലോചിച്ചാൽ മതി, ഈ നമ്മൾ കോപിക്കാൻ ഇപ്പൊ ചായ തരാത്ത ഭാര്യ, അല്ലെങ്കിൽ ചായക്ക് ചൂടാറിപ്പോയി അത് അവളുടെ അശ്രദ്ധ കൊണ്ടാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ കോപിക്കുന്നു. പകരം നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ മുടിഞ്ഞ പണിയായിരിക്കും ചിലപ്പോ അന്ന്, അടിച്ചുവാരലും തേച്ച് കഴുകലും ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ വരുന്ന സമയം നോക്കി എങ്ങനെയാലും ഒക്കെ വന്നിട്ട് ചായയൊക്കെ ഇട്ട് ഒക്കെ കൊണ്ടു തന്ന്, അപ്പൊ അത് ലേശം മാറിപ്പോയി എന്നുള്ളത് ഒരു കുറ്റമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അത്ര സിമ്പിളായിട്ട് നമുക്ക് കാണണം, അതായത് ശരിയാവുള്ളൂ. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ കോപം എന്ന് പറയുന്ന സാധനം ഒരു ഒരു സെക്കൻഡറി ഇമോഷനാന്ന് പലരും പറഞ്ഞു. എനിക്ക് അതിന് എത്രമാത്രം സാങ്കേതികം ഉണ്ട്, എത്രമാത്രം ആധികാരികത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പക്ഷെ പലരും അത് പറയാറുണ്ട്. പല പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെ ഈ വിഷയത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു സെക്കൻഡറി ഇമോഷനാണ്, അതായത് ഒരു ഉപവികാരം ആണ്. അപ്പൊ ഉപവികാരം ആകുമ്പോൾ അതിനൊരു ഫസ്റ്റിലത്തെ ഒരു വികാരം ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞാൽ അരിശം എന്തിന്റെയോ വികാരത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനം. അത് പലപ്പോഴും ഭയമായിരിക്കാം, അല്ലെങ്കിൽ ദുഃഖമായിരിക്കാം. അപ്പൊ ഭയത്തിന്റെയോ ദുഃഖത്തിന്റെയോ അടിസ്ഥാന വികാരത്തിന്റെ ഒരു സെക്കൻഡറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ കോപം എന്നുള്ളത് ഒരു പറച്ചിലുണ്ട് പൊതുവെ. ഇനി നമുക്ക് കുറച്ച് ലക്ഷണങ്ങളിലേക്ക് കടക്കാം. എത്ര മണിയായി? 11:52. കോപത്തിന്റെ കുറച്ച് ലക്ഷണങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റിൽ വരുന്നത് തന്നെ നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുക, അതൊരു ലക്ഷണം. പിന്നെ ചിലർ ഉണ്ടാവും ഏത് സമയം നോക്കിയാലും മുഖമൊക്കെ ഇങ്ങനെ കുത്തി വീർപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ്, എപ്പം നോക്കിയാലും ദേഷ്യം, അനന്യ ദേഷ്യം. പിന്നെ വേറൊരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈവിട്ട ഒരു ദേഷ്യം, കൈവിട്ട കോപം, കൈവിട്ട അരിശം. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം പിടുത്തം വിട്ട ദേഷ്യം. അത് പിന്നെ പറയുന്നത്, പിന്നെ നമുക്ക് ചിലപ്പം ഈ പറഞ്ഞതും ചെയ്തതും ഒക്കെ ഓർത്തിട്ടുള്ളൊരു ഖേദമുണ്ട്, ഉള്ളിലുണ്ടാകുന്ന ഒരു ഗിൽറ്റടിക്കും. ഇതൊക്കെ ഈ കോപത്തിന്റെ പല പല ലക്ഷണങ്ങളാണ്. പിന്നെ ചിലർ പറയുന്നേക്കാം ചെറിയ കാര്യം മതി എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം വരും. അത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് ദേഷ്യം വരുന്നത് അതും ഒരു ലക്ഷണമാണ്, ശരിയല്ലാത്തൊരു ലക്ഷണമാണ്. പിന്നെ ഈ ട്രിഗറിങ് ആയിട്ട് കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ട്രിഗറിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കോപം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും വസ്തുക്കളും ഒക്കെ ഉണ്ടാവും. അത് നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ഓടിക്കഴിഞ്ഞാൽ ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ട് തരത്തിലുള്ള ഈ ട്രിഗേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് സമ്മർദ്ദം. നമ്മൾ ഭയങ്കര പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് പ്രഷർ ഒരു വലിയൊരു ഒരു ട്രിഗറാണ്, കോപത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയൊരു കാര്യം. നമുക്ക് മാനസിക സമ്മർദ്ദം ഇല്ലാത്തവരാരുമില്ല, പക്ഷെ അത് അമിതമാകുന്ന സമയത്ത് അത് കോപത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. പിന്നെ ഈ സാമ്പത്തിക പ്രശ്നം ആർക്കാ ഇല്ലാത്ത, എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ സാമ്പത്തിക പ്രശ്നം നമ്മളെ വല്ലാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മാനസിക നിലയൊക്കെ തെറ്റാറുണ്ട്, നമുക്ക് ഇല്ലാത്ത കോപമൊക്കെ ഉണ്ടായി വരും. ചെറിയ കാര്യത്തിന് നമ്മൾ ദേഷ്യം പിടിക്കും, ഇതൊക്കെ വീട്ടിലാണ് മിക്കവാറും പ്രകടിപ്പിക്കുക നമ്മൾ. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ കുടുംബ പ്രശ്നം ഉണ്ടാവും, അതൊരു ട്രിഗറാണ്. കുടുംബ പ്രശ്നം വരുമ്പോൾ ഇതെന്താ എന്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ, ബാക്കി എല്ലാവരും എന്ത് സമാധാനമായിട്ട് ജീവിക്കുന്നു, അവിടെ നിന്നുണ്ടാകുന്ന ഒരു കോപം, ഒരു രോഷം ഒക്കെ ഉണ്ട്. പിന്നെ പൊതുവെ ഇതെനിക്കുള്ളൊരു വലിയൊരു പ്രശ്നമാണ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്റെ കാര്യം ആരും നോക്കുന്നില്ല, എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കാനുള്ള ആരുമില്ല. അവിടെ നിന്നുണ്ടായി വരുന്ന ഒരു കോപമുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതിനൊന്നും ആരും ഒരു വില തരുന്നില്ല, അങ്ങനെ ഉണ്ടായി വരുന്നൊരു കോപം.
അവസാനം പറയുകയാണെങ്കിൽ ഭയത്തുനിന്നും ഒരു കോപം ഉണ്ടായി വരാറുണ്ട്. അതൊക്കെ മാനസികമായിട്ടുള്ള ട്രിഗറുകളാണ്, കാരണങ്ങളാണ്. ഇനി ശാരീരികമായിട്ടും കോപത്തിലേക്ക് നയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ പ്രധാനപ്പെട്ട വിശപ്പ്, ദാഹം, ഇത് രണ്ടുമുള്ള സമയത്ത് മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ പെട്ടെന്ന് കോപത്തിലേക്ക് വഴുതി വീഴും. അല്ലെങ്കിൽ ഭയങ്കര ഈ വേദനകളൊക്കെ ഉള്ള സമയത്ത്, ശരീരവേദനയൊക്കെ ഉള്ള സമയത്ത്, ഈ തലവേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അത് കോപത്തിലേക്ക് നയിക്കും. ക്ഷീണം ബാധിച്ചു വരുന്ന സമയത്ത് അതൊക്കെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കോപത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് ചെല്ലുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൺട്രോൾ മെക്കാനിസത്തിലേക്ക് ഒന്ന് പോകും. കോപത്തിന്റെ ഒരു കൺട്രോൾ. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതലും പരിഹാരങ്ങളിലേക്ക് ചെല്ലുക എന്നുള്ള, പ്രശ്നങ്ങളിൽ കൂടുതൽ ഇങ്ങനെ നമ്മൾ വ്യാപരിച്ച് നടക്കുന്നതിലേക്കാളും നല്ലത് പ്രശ്നം എല്ലാവരും അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ. കോപം എന്ന് പറഞ്ഞ പ്രശ്നം പ്രത്യേകിച്ചും നമുക്ക് എല്ലാ അനുഭവമുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മൾ അഗ്രഗണ്യന്മാരാണെന്ന് തന്നെ. പക്ഷെ പരിഹാരത്തിലേക്ക് എത്തുമ്പോഴേ അതിനൊരു അർത്ഥവത്താകുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി ആ ഭാഗത്തേക്ക് കിടക്കാം, പരിഹാരത്തിന്റെ മാർഗങ്ങളിലേക്ക് കിടക്കാം. ഏറ്റവും നല്ലൊരു രീതി എന്ന് പറഞ്ഞാല്, കോപത്തെ അടക്കാനായിട്ട് ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാല് അതൊരു റിലാക്സേഷൻ നമ്മൾ പറയുന്നൊരു കാര്യം. അതായത് നമ്മുടെ ഈ പിരിമുറുക്കത്തിനൊക്കെ ഒരു 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 അയവ് വരുത്തുക. ഈ കമ്പി പോലെ നമ്മൾ പറയില്ലേ, സ്പ്രിങ് പോലെ ഇങ്ങനെ നിൽക്കുന്ന മനസ്സിന് ഒന്ന് ശക്കലം ഒരു അയവൊക്കെ കൊടുക്കുക, അതിനൊരു വിശ്രമം കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, വിശ്രാന്തി കൊടുക്കുക, അല്പം ഉല്ലാസം, ശാന്തി, ഇതൊക്കെ മനസ്സിന് കൊടുക്കുന്ന സമയത്ത് അതിനാണ് ഞാൻ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ മെത്തേഡ്സും കൂടെ പറഞ്ഞുതരാം. അപ്പോഴേ നമുക്കിത് ഒരു ഒരു ക്രിയേറ്റീവ് ആവുള്ളൂ. ഒരു എന്തെങ്കിലും ഗുണം വേണ്ട. ഞാനിവിടെ കിടന്ന് ഇത്രയും നേരം സംസാരിച്ചിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് പകർത്തി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ വിതറി പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഈ റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന കാര്യം നിശ്വാസം തന്നെ, ദീർഘനിശ്വാസങ്ങൾ. അതിനോളം എത്തുന്ന ഒരു സാധനമില്ല. നമ്മളെ കോപശമനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം ശ്വസനമാണ്. അത് പ്രൂവണാണ്. എന്നുവെച്ചാൽ അത് ശാസ്ത്രീയമായിട്ട് അത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അലോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരും പിന്നെ ആരാ ഈ ആയുർവേദവും യോഗയും എല്ലാവരും കോപശമനത്തിന് ബെസ്റ്റ് പരിപാടി ദീർഘശ്വാസം, നിശ്വാസം, ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മുടെ ആലോചനയിലേക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കൊണ്ടുവന്ന് നോക്കും. ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മുടെ ആ അരിശത്തെ ഒന്ന് പിടിച്ചു കെട്ടാൻ പറ്റും. കേൾക്കുമ്പോൾ അത്ര ഒരു പ്രാക്ടിക്കൽ ആണെന്ന് തോന്നിയല്ല, പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതായത് ഉദാഹരണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞാൻ മിക്ക ദിവസവും കടപ്പുറത്ത് പോയിരിക്കുന്നത്, അതൊരു ഭയങ്കര റിലാക്സേഷനാണ്. അവിടെ പോയിട്ട് ആ കടൽ നോക്കി ഇങ്ങനെ ചുമ്മാ ഇരുന്ന് അതൊരു വലിയൊരു സുഖം കിട്ടുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ മുറ്റത്തുള്ള ഈ ഇലയും പൂവും ഇതിലേക്കൊക്കെ ഒന്ന് ദൃഷ്ടി പായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്ന സാധനം. ഈ എന്താ ചിത്രശലഭങ്ങളും ഒക്കെ, പിന്നെ ചാറ്റം മഴ കൊള്ളുന്നതും ഒരു ഭയങ്കര റിലാക്സേഷനാണ്. അങ്ങനെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകള് അതൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇതൊന്നും എല്ലാവർക്കും ഒരേപോലെ ഒന്നും പ്രവർത്തിച്ചോളണം എന്നില്ല. അത് വ്യത്യസ്തതയാണല്ലോ മനുഷ്യന്റെ ഒരു വലിയൊരു കാര്യം. അപ്പൊ അങ്ങനെ പലർക്കും പലതരത്തിലായിരിക്കും ഇതൊക്കെ. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ കടപ്പുറം എനിക്കൊരു മസ്റ്റാണ്. അവിടെ എന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് കടപ്പുറത്ത് പോയിരിക്കുന്നത് വലുതാണ്. പിന്നെ രണ്ടാമത് എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മള് വണ്ടി എടുത്തിട്ടൊരു റൈഡ്, ചുമ്മാ വണ്ടി എടുത്തിട്ട് ഒന്ന് കറങ്ങി വെച്ചേക്കാം. ദേഷ്യം വരുന്നു എന്ന് കാണുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു മാർഗം അതാണ്. ഞാനത് ട്രൈ ചെയ്യാറുള്ളതാണ്. ചുമ്മാ വണ്ടിയൊക്കെ എടുത്തുനിന്ന് ഒരു കറക്കമൊക്കെ കറങ്ങി വേണേ പോയിട്ട് ഒരു ചായയൊക്കെ കടയിൽ പോയിട്ട്, ഇപ്പൊ കടയൊന്നും ഇല്ല, നല്ലൊരു ചായയൊക്കെ കുടിച്ചൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഒന്ന് തണുക്കും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഒരു അയവ് വരും. നമ്മളെ ഈ പിരിമുറുക്കത്തിന് ഒരു ഒരു അയവ് കിട്ടും. അപ്പൊ പിന്നെ നമ്മള് ഒരു തത്വം തന്നെ പ്രയോഗിക്കാൻ പറ്റിയൊരു സാധനം, കീപ്പ് അവേ ഫ്രം വെറ്റ് പ്ലേസസ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇത് ആങ്കർ മാനേജ്മെന്റിന്റെ കാര്യത്തിലും ബാധകമാണ്. നമുക്ക് പറ്റാത്ത ഒരിടം, നമ്മുടെ രോഷം ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന സമയത്ത് സ്കൂട്ട് ചെയ്തേക്ക് അവിടെ നിന്ന്. അതൊരു രക്ഷപ്പെടലൊന്നും അല്ല.
അങ്ങനെ കരുതണ്ട. നമ്മൾ രക്ഷപ്പെട്ട് ഓടുകയാണോ, അങ്ങനെയല്ലത്. നമ്മളൊരു വലിയൊരു ദുരന്തം ചിലപ്പം ഒഴിവാക്കുകയായിരിക്കും. എന്നാത്തിനാ നമ്മുടെ മനസ്സെന്തിനാ നമ്മൾ ഈ ഭ്രാന്താക്കേണ്ട ആവശ്യം? അപ്പൊ അവിടെ നിന്ന് നമുക്കത് ഭ്രാന്താവുന്നെന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് വിട്ടു പോയേക്കുക, സ്ഥലം കാലിയാക്കുക എന്ന് ഞങ്ങൾ കോഴിക്കോട്ടുകാർ പറയും. അപ്പൊ അതത് ട്രൈ ചെയ്ത് അത് ഇഫക്റ്റീവാ കേട്ടോ. അത് അവിടെ നിന്ന് പെട്ടെന്ന് പോയേക്കുക. പിന്നെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ പറയും. പെട്ടെന്ന് ഒരു മടമടാന്ന് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിക്കുമ്പോൾ കുറച്ചൊരു ശമനമൊക്കെ കിട്ടും അരിശത്തിന്. പിന്നെ വിചിത്രമായിട്ടുള്ള 2-3 കാര്യങ്ങളും കൂടെ പറയും. ഇത് വിചാരിക്കരുത്, ദയവ് ചെയ്തിട്ട് ആരും ഈ കോമാളിത്തരാന്നൊന്നും വിചാരിക്കരുത്. ഇതൊരു കോമാളിത്തരാണ് ഞാൻ പറയാം. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. ഞാനൊരു 5-8-10 കോമഡി സീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതില് ഇന്നസെന്റും ജഗതിയും മാത്രമേ ഉള്ളൂ. ആ കിലുക്കത്തിലെ സീന്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കലി കയറുന്നൊക്കെ തോന്നാൻ തുടങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് നേരത്തെ പറഞ്ഞ ഒരു സ്കൂട്ടായിട്ട് വെറുതെ ഇട്ടിട്ട് ഈ ഒരു ക്ലിപ്പ് ഇട്ട് നിങ്ങൾ കണ്ടേക്കും. ഭയങ്കര റിലാക്സിങ് ആണത്. അത് കേട്ടാൽ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് തോന്നും, പക്ഷെ അത് ഇഫക്റ്റീവായിട്ട് പലരും പറയാറുണ്ട്. അത് നമ്മളെ ഈ ഹ്യൂമർ എപ്പോഴും നമ്മളെ കോപത്തിന്റെ മറുവശത്ത് നിൽക്കുന്നത്, മറുവശത്താണത്. ഇത് രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്, ഈ ആങ്കറും ഹ്യൂമറും എന്ന് പറയുന്നത്. അപ്പം ആങ്കറിനെ തടയാനായിട്ടും തടയിടാനായിട്ടും ഇല്ലാതെയാക്കാനായിട്ടും ഏറ്റവും നല്ല കാര്യം ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുക, ആസ്വദിക്കുക ഒക്കെ ചെയ്യുക. പിന്നെ പാട്ട്, സംഗീതം ഇഷ്ടമുള്ളവർക്ക് സംഗീതത്തോളം നല്ല ഒരു കോപ നിവാരണം വേറെ ഇല്ല. അത് നമുക്ക് ഇഷ്ടമുള്ള ചില ഉണ്ടാവില്ല. നമുക്കെല്ലാം സംഗീതത്തിൽ ടേസ്റ്റുകൾ പല വിധത്തിലായിരിക്കും. നമ്മുടെ ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ള പാട്ടുകൾ അത് അതും ഈ പറഞ്ഞ പോലെ ഫോണിൽ ഉണ്ടാവുമല്ലോ, അത് കരുതി വെച്ചാൽ മതി. അത് നമ്മൾ അസ്വസ്ഥത വരുന്ന സമയത്ത്, കോപത്തിലേക്ക് നയിക്കപ്പെടുന്ന അസ്വസ്ഥതയാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് പോയിട്ട് ഒരു പാട്ട് കേൾക്കുന്നതിന് എന്നാ കുഴപ്പം? അത് കുറയും, ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. ഇതെല്ലാം ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് വീണ്ടും കുറച്ചും കൂടെ ഒരു ടെക്നിക്കൽ ആവാതെ നിവൃത്തിയില്ല. നമ്മുടെ ഒരു ചിന്താഗതിയിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. ഇത് രണ്ടാമത്താണ്. ഞാൻ ആദ്യം പറഞ്ഞത് റിലാക്സേഷന്റെ പല പല മാർഗങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഇനി രണ്ടാമത് റിലാക്സേഷൻ പോലെ തന്നെ നമ്മൾ പറയും, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നൊരു പദം ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കും. അത് വേറൊന്നുമല്ല, അവബോധ പുനർനിർമ്മാണം എന്ന് വലിയ കടുകട്ടി മലയാളത്തിലൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഞെട്ടിക്കാനായിട്ട് പറയും. എനിക്ക് എന്റെ ഏയിലുള്ള എല്ലാം എന്റെ സ്വന്തം ആൾക്കാരാണ്, നിങ്ങളെ ഒന്നും ഞെട്ടിച്ചിട്ടൊന്നും എനിക്ക് ഒന്നും നേടാനില്ല, നിങ്ങളുടെ ഇടയിൽ ആളായിട്ടും എനിക്കൊന്നും കിട്ടാനില്ല. അതൊക്കെ വേറെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പോയിട്ടൊന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ, അവബോധ പുനർനിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഞെട്ടിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ് കീപ് ഇറ്റ് സിമ്പിൾ ലൈനിൽ പോവുകയാണെങ്കിൽ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തുക, അത് തന്നെ അതാണ് ഈ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അത് എന്തൊക്കെയാന്ന് നോക്കാം. അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചു മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. നമ്മളെ കെട്ടിയോള് ഭാര്യയായിട്ടൊരു കശപിശ ഉണ്ടായ സമയത്ത് നമുക്കുണ്ടാവേണ്ട നാച്ചുറലി ഉണ്ടായി വരുന്ന ഒരു കോപാവസ്ഥയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തിയിട്ട്, എന്തിനായിരിക്കും ഇവൾ അങ്ങനെ പറഞ്ഞത് എന്നോട് എന്നൊരു ചിന്ത കൊണ്ട്. അല്ലാണ്ട് അവൾ അങ്ങനെ എന്നോട് പറയാൻ പാടുണ്ടോ, വരുമ്പട്ടവൾ അവൾ അങ്ങനെ പറഞ്ഞില്ല എന്നാ കൊടുക്കണം അവക്കിട്ട്, ആ ചിന്താഗതി മാറ്റിയിട്ട് എന്തിനായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. 2, അവൾ അങ്ങനെ പറഞ്ഞതിലൊരു ചെറിയ ശരിയില്ലേ? ഇതൊക്കെ ഒരു തോട്ട് പ്രോസസ്സിൽ, നമ്മളെ ചിന്താഗതിയിൽ നമ്മൾ മാറ്റം വരുത്തുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞതിലൊരു കാര്യമില്ലേ എന്നൊരു ചിന്ത കൊണ്ടുവരിക തലയിലേക്ക്. പിന്നെ ഏറ്റവും സുഖമുള്ളൊരു കാര്യം ഇതാ, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത് തന്നെയല്ലേ പറയുക, ഇത് തന്നെയല്ലേ ചെയ്യുക. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഇതെല്ലാം നമ്മുടെ ദേഷ്യത്തെ ഒതുക്കുക മാത്രമല്ല, നമ്മൾ ദേഷ്യത്തെ മനസ്സിലാക്കി തരിക കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അവളും മനുഷ്യത്തിയല്ലേ. മനുഷ്യരെന്ന് പറഞ്ഞാൽ ദുർബലയല്ലേ, ചാബല്യം ഉണ്ടല്ലോ. പിന്നെ ഫൈനലി അവൾക്കും ദേഷ്യപ്പെടാനുള്ള ഒരു അവകാശമല്ലേ, ഒരു ന്യായമായ ചോദ്യം അത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ന്യായങ്ങളൊക്കെ നമ്മളോട് തന്നെ പറയുന്ന സമയത്ത് നമ്മുടെ അരിശം പമ്പ കിടക്കും. പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കുകയല്ല. നമ്മളെ അടുത്ത് ആകെയുള്ള മാർഗം എന്താ? 4 ബഹളം ഉണ്ടാക്കുക, ഒച്ചയിട്ട് സംസാരിക്കുക, 4 തെറി വിളിക്കുക. ഇതിനേക്കാളും ഒക്കെ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ്. ഒന്ന് പറഞ്ഞാൽ 2ാം വാക്കിന് നമ്മൾ ഈ തന്തയ്ക്ക് വിളി ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മളിന്ന് റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു കാര്യം.
അതിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു മിത്തിനെയാണ് നമ്മൾ ആദ്യമേ പൊളിച്ചെഴുതി. കൺട്രോൾ ചെയ്യാൻ പറ്റും സുഖമായിട്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ബോധപൂർവമായ ശ്രമം നടന്നാൽ തീർച്ചയായിട്ടും ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ തെറിപറച്ചില്, വീട്ടിനകത്തു നിന്നുള്ള തെറിപറച്ചില്, ഇതെല്ലാം എന്താന്ന് വെച്ചാൽ ഇതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ടാവും പലപ്പോഴും. അത് പലരിലും അസഹ്യമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതെന്താന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മളെ അരിശം ഒന്ന് കുറയ്ക്കാനായിട്ട് 4 തെറി പറയുമ്പോൾ അത് തീർന്നു. പക്ഷെ നമ്മുടെ അരിശം കുറയുന്നത് പോലെ തന്നെ ഇത് കേട്ട് നിൽക്കുന്ന ആളുടെ അരിശം കൂടുക ഇത് കേൾക്കുമ്പോൾ. അപ്പൊ അരിശം എവിടെയും പോകുന്നില്ല, അത് ട്രാൻസ്ഫർ ആവുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നിൽ നിന്നും കേട്ടയാളിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഈ തന്തയ്ക്ക് വിളി ഒക്കെ. ഇതെല്ലാം നമ്മള് പ്രയറിൽ പറയുന്ന കാര്യം മാറ്റുവാൻ പറ്റുന്ന കാര്യങ്ങൾ കാണതൊക്കെ. അതൊക്കെ അതിനുള്ള നമ്മൾ പറയുന്ന ഒരു ധൈര്യം വേണമെന്നാണ്. ഞാനതൊന്ന് മാറ്റി പറയാം. നമുക്ക് അത് അങ്ങനെ മാറ്റണം എന്നുള്ളൊരു ബോധപൂർവമായിട്ട് നമ്മളൊന്ന് തീരുമാനിക്കുക. ആദ്യം എന്നാത്തിന് ഇതൊക്കെ ഇപ്പൊ 4 തെറി പറഞ്ഞോണ്ട് എന്ത് കിട്ടാനാ? കെട്ടിയോളെ 4 തെറി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാന്നുള്ളതൊരു ചിന്ത കൊണ്ടുവരാം. അല്ലെങ്കിൽ അവളെ അപ്പനെ വിളിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചായ കൊണ്ട തരുന്നത് ആ തന്തപ്പിടിക്ക് കൊണ്ടങ്ങാട്ട അബദ്ധത്തിലുണ്ടായതാണേലും എങ്ങനെയാണേലും അദ്ദേഹത്തിന്റെ ബീജം പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു സാധനത്തിനെ നമ്മുടെ കൈ കിട്ടിയത്. അങ്ങനെയൊക്കെ വിചാരിച്ച് നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാർഗം. ദേഷ്യം പിന്നെ ഉണ്ടാവില്ല നമുക്ക്. പിന്നെ എന്നാ പറയണ്ടേ? ഇനി ഒരു ഫൈനലി 2-3 ടിപ്സും കൂടെ തരാം, എന്നാലേ നമുക്കിതൊന്ന് ഫൈനൽ ആവുകയുള്ളൂ. ഇതില് ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് ഇത് ആങ്കർ മാനേജ്മെന്റിന്റെ കുറച്ച് ചില്ലറ ടിപ്സാണ്. ഇപ്പൊ പറഞ്ഞതെല്ലാം ഒരു പരിഹാര മാർഗങ്ങളൊക്കെ അതിന്റെയൊക്കെ കാര്യങ്ങളുടെ കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതായത് ആലോചിച്ച് സംസാരിക്കുക. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ ഒന്നും കുഴപ്പമല്ലത്. അങ്ങനെയാണ് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മുടെ തലച്ചോറ്, മസ്തിഷ്കം, ബ്രെയിൻ, ഈ ബ്രെയിനും നമ്മുടെ നാവും തമ്മില് ഉള്ള അകലം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചാണുണ്ടാവും, അത്രേ ഉള്ളൂ, അതുപോലും ഇല്ല അല്ലേ? ഒരു 6 ഇഞ്ച് അടുത്ത് നിൽക്കുന്ന സാധനമാണ് ഈ മസ്തിഷ്കവും നാവും. അതുകൊണ്ട് തന്നെ ഈ ആലോചിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നുവെച്ചാൽ ആലോചന ബ്രെയിനിൽ ഉണ്ടാവുമ്പോൾ തന്നെ അത് നാവിൽ എത്തിക്കഴിഞ്ഞു, പെട്ടെന്ന് ഇവിടെ എത്തി. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് കുറവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ആലോചിച്ച്, അതാണ് പറഞ്ഞത്, ബ്രെയിനിൽ അപ്പൊ തോന്നിയത് ഒടനെ അങ്ങ് വിളിച്ചു പറയല. അപ്പോഴാണ് ഈ കലഹങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. വായി തോന്നിയത് വിളിച്ചു പോവുക എന്നൊക്കെ പറയില്ലേ? വായിലല്ല തോന്നിയതാണ്, വായിലല്ല തോന്നുന്നത്, ബുദ്ധിയിലാണ്, മസ്തിഷ്കത്തിലാണ്, ബ്രെയിനിലാണ് ഇത് തോന്നിയിട്ടുണ്ടാകുന്നത്. ഈ തോന്നിയ സാധനം നമ്മുടെ നാക്ക് വഴി പൊത്തോന്ന് പറഞ്ഞാൽ അങ്ങ് എത്തുക, വിക്ഷേപിക്കുക നമ്മള്. അപ്പൊ അത് ആ ഡിസ്റ്റൻസ് കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ മാറി. ഈ നാവും ബ്രെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് നമ്മൾ ആലോചിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റും. പിന്നെ കോപിക്കണ്ടെന്നൊന്നും ഞാൻ പറയാറില്ല. കോപിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോപം ഒരു ആവശ്യവും കൂടിയാണ്. പക്ഷെ ശാന്തനായതിനു ശേഷം നിങ്ങളൊന്ന് കോപിച്ചു നോക്കിയേ, അതും പറ്റുന്നേ. ഈ അശാന്തിയുടെ സമയത്ത് കോപിക്കുമ്പോഴാണ് അത് വമ്പം പ്രശ്നമായി മാറും. നേരെ മറിച്ച് ശാന്തമായ മനസ്സിൽ നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അത് അല്പം കോപമൊക്കെ അവിടെ പ്രയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഈ മക്കളടുത്ത് ഉള്ള നമ്മളെ സമീപനത്തില് ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ പലപ്പോഴും എൻ്റെ മോളോട്, എനിക്കൊരു മോളേ ഉള്ളൂ, അവളോട് ഞാന് കോപിച്ചൊന്നും സംസാരിക്കാറില്ല. ഞാൻ പറയുന്നത് സോബ്ര ആയതിനു ശേഷം, ഈ കഴിഞ്ഞ 17 വർഷമായിട്ട് അവളോട് ഞാൻ ഒന്നും കോപിച്ച് സംസാരിക്കാറില്ല. പക്ഷെ പലപ്പോഴും പറ്റിപ്പോകുന്ന എന്താ വെച്ചാൽ വേണ്ട കാര്യങ്ങൾ പോലും കോപിക്കേണ്ടടുത്ത് കോപിക്കണം എന്ന് ഞാൻ പറയില്ലേ, അത് ചെയ്യാറില്ല ഞാൻ. അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ ഞാൻ തന്നെ അനുഭവിക്കുന്നുണ്ട്, ആ കൊച്ചിനും അനുഭവിക്കുന്നുണ്ട്. അതായത് അപ്പൻ എന്നുള്ള നിലയിൽ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് ഹാർഷായിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. കുടുംബമല്ലേ, പലതും ഉണ്ടാവുമല്ലോ. അവിടെ നമ്മൾ റിയാലിറ്റി തന്നെ വേണം, യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ അച്ഛനാണ്. അവിടെ നമുക്ക് അത്യാവശ്യം കോപിച്ചാലും പ്രശ്നമൊന്നുമില്ല.
അപ്പൊ അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ അവരോട് കോപിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ശാന്തരായിട്ട് വേണം പറയാൻ. പിന്നെ ബെസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരീര വ്യായാമമാണ്. പക്ഷെ അതിനുള്ള അത്രയും നല്ലൊരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരുപാട് നമ്മുടെ ഈ കോപത്തിന്റെ ആ ഒരു തോതൊക്കെ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ശൗര്യം കുറയുന്നുണ്ട്. ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ ആകെ ഒരു ദിവസം ഒരു 3/4 മണിക്കൂറൊക്കെ നടക്കും, നന്നായിട്ട് നടക്കാറുണ്ട്. അതാണ്. പക്ഷെ ആ നടക്കാത്ത ദിവസങ്ങളിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതെന്താന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഇതെന്താ ഈ നടക്കുമ്പം അല്ലെങ്കിൽ ശരീരം വ്യായാമം നടത്തുമ്പം അതും കോപമായിട്ട് എങ്ങനെയാ ബന്ധം നടക്കും? പക്ഷെ അതിലൊരു വലിയൊരു ബന്ധമുണ്ട്. കാരണം ഈ വ്യായാമം ചെയ്യുമ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന ഒരുപാട് കെമിക്കൽസ്, ഹോർമോൺസ് നമ്മളിൽ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതിൽ പെട്ട കുറെ ഫീൽ ഗുഡ് ഹോർമോൺസ് എന്ന് പറയാറുണ്ട്. ഈ ഡോപ്പമിൻ, അങ്ങനെയൊക്കെയുള്ള കുറെ സാധനമുണ്ട്. ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, പിന്നെന്താ സെറട്ടോണിൻ എന്നൊക്കെ പറഞ്ഞ 4 സാധനങ്ങളാണ് ഉണ്ടായി വരിക എന്ന് പറഞ്ഞു. അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഭയങ്കര ഉന്മേഷവും നല്ലൊരു സന്തോഷവും ഒക്കെ കിട്ടുന്നൊരു സാധനമാണ്. ഈ സന്തോഷം ഉള്ളൊരു മനസ്സിനകത്ത് കോപം ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊരു രസം. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ എക്സസൈസ് ചെയ്ത് സ്ഥിരമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് കോപം കുറഞ്ഞു കിട്ടും. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ജോലി സ്ഥലത്ത് നമ്മൾ ഭയങ്കര ടയറിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഷോർട്ട് ബ്രേക്സ് എടുക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒന്ന് മാറിപ്പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട്, മുമ്പേ ഞാൻ പറഞ്ഞ വേണമെങ്കിൽ പുറത്തൊക്കെ പോയി പുറം കാഴ്ചയൊക്കെ ഒന്ന് കണ്ട്, അല്ലെങ്കിൽ ഒരു പാട്ട് മൂളിച്ച് കേട്ട് ഒക്കെ തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ആ സമ്മർദ്ദം അങ്ങോട്ട് കുറയും. മുമ്പേ നമ്മൾ പറഞ്ഞു സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ഒരു കോപം ഉണ്ട്. അപ്പൊ ഈ സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഈ വക അഭ്യാസങ്ങളൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് സാധിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ പറയുന്നേ, പിന്നെ നമ്മൾ എയിൽ പറയുന്ന കാര്യം തന്നെ ഈ റിസെന്റ്മെന്റ് കൊണ്ടു നടക്കാതിരിക്കും. ഒരാളോടും നമ്മൾ വിദ്വേഷം കൊണ്ട നടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ പടുകുഴി കൊണ്ട് ഇടുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാ അനുഭവം ഉള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് പടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അത് റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മുടെ സൊബ്രൈറ്റീനെ ഏറ്റവും ബാധിക്കുന്ന ഒരു സാധനം. നമ്മളെ റിലാപ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന സാധനം ഈ റിസെന്റ്മെന്റ്. ആരോടെങ്കിലും നമ്മൾ ഇങ്ങനെ വിദ്വേഷവും കൊണ്ട് നടക്കും, അല്ലെങ്കിൽ നീരസം കൊണ്ട് നടക്കുക. അത് കഴിയാവുന്നതും കുറയ്ക്കാൻ നോക്കുക. അപ്പൊ തന്നെ നമ്മുടെ ആങ്കർ കുറെ കുറഞ്ഞിട്ട്. വേറൊരു കാര്യം, ഇതും എൻ്റെ ഒരു ഭ്രാന്താണ്, എൻ്റെ ഒരു സ്വകാര്യ ഭ്രാന്തുകളിൽ പെട്ടവരാണ്. കോപം എന്ന് പറഞ്ഞ സാധനത്തിന് മാത്രമല്ല, പലതിനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ണാടി നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. കണ്ണാടിയോളം നല്ല ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം വേറെ ഇല്ല. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം. അപ്പോ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെ ഒരു സീനൊന്ന് ആലോചിച്ചു. ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോപം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റി കണ്ണാടിയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തോട്, ആ പ്രതിച്ഛായയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ആരും അറിയണ്ട, കണ്ടു കഴിഞ്ഞാൽ വട്ടാന്ന് പറയും. അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ വട്ടാന്ന് എഴുതി തള്ളിയ കൂട്ടരായിരുന്നു നമ്മൾ. ഇപ്പോഴും ആൾക്കാരൊന്നും അത് അത്ര മാറിയിട്ടൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും പറയാം അവന് വട്ടാന്ന് പറയും. അപ്പൊ അത് വേണ്ട. നമ്മൾ മാത്രമുള്ള സമയത്ത് നമ്മളും കണ്ണാടിയും മാത്രമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക. ഇത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അതിനോട് പറയുന്നു, എന്നിട്ട് നമ്മൾ തന്നെ അതിന്റെ ഉത്തരവും പറയുന്നു. ഈ ഒരു ഭ്രാന്തൻ ലൈന് ചിലപ്പോൾ ചിലർക്കൊക്കെ ഇഫക്റ്റീവായിട്ട് മാറാറുണ്ട്. പിന്നെ വേറൊന്നുമില്ല. പിന്നെന്ന് പറയാനാണെങ്കിൽ ജപ്പാനിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടോ പോയിട്ടോ ഒന്നുമില്ല. അവിടെ ഈ പഞ്ചിങ് ബാഗ് വെക്കും ഈ ജോലി സ്ഥലത്തെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സിങ്ങിനൊക്കെ കണ്ടിട്ടില്ല, ഒരു ബാഗ് മണ്ണാണോ എന്താണോ അതിനകത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം, അതേ ചെന്ന് ഇടിയായിരിക്കുമല്ലോ പ്രാക്ടീസിന്റെ സമയത്ത്. അതിനാണ് പഞ്ചിങ് ബാഗ്. ഈ പഞ്ചിങ് ബാഗ് ഓഫീസുകളിൽ കെട്ടിത്തൂക്കിയിടുന്നു ജപ്പാനിൽ. എന്നിട്ട് ഈ പഞ്ചിങ് ബാഗിന്റെ മുകളിലത്തെ ഭാഗത്ത് അവരുടെ ബോസിന്റെ ഒരു മുഖചിത്രം പതിച്ചു വെക്കും. മേലധികാരിയുടെ ഒരു മുഖചിത്രവും ആ പഞ്ചിങ് ബാഗിൽ വെക്കുക. എന്നിട്ട് ഇടിയോടിട്ടിയ. ഇത് ആങ്കർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു സാധനമാണെന്നാണ് വായിച്ചറിഞ്ഞിട്ടുള്ള ഇതേ ഉള്ളൂ കേട്ടോ. ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഇപ്പം നിർത്താം, തീരാറായി. 4 മാറ്റാവുന്ന 4 ശീലങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. എന്താന്ന് വെച്ചാൽ ഈ അമിതമായിട്ട് ഒച്ചയിട്ടുള്ള സംസാരം നമുക്കൊന്ന് നിർത്താനായിട്ട് പറ്റുമോ നോക്കാം.
ഈ ഒച്ചയിട്ട് സംസാരിക്കുന്നത് എന്തിനാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയ അതിൽ നല്ലതായിരിക്കും. നമ്മൾ അസർട്ടൈൻ ചെയ്യുക. കാരണം ഇതാ ഞാൻ പറയുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ശരിയാ. ഓക്കെ, അതിനെ നമ്മൾ ഒച്ചയിട്ട് സംസാരിക്കും. ഈ പലപ്പോഴും നമുക്ക് പറയുന്ന കാര്യത്തോട് നമുക്കൊരു ധൈര്യക്കുറവോ നമുക്കൊരു സംശയങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒച്ച കൂട്ടും. അതാണ് കഴിയാവുന്ന ഒച്ചയിടാതെ ശാന്തമായിട്ടുള്ള സംസാരമാണ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ലത്. മറ്റേ ഈ ഒച്ച കൊണ്ട് അതിലെല്ലാം മുങ്ങിപ്പോകും. പിന്നെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, അത് മക്കളോടൊക്കെ പലപ്പോഴും പറ്റിപ്പോകുന്നതാണ് ഈ എടുത്ത കൈ പുറത്തിടുക എന്ന് പറയും. ഞാനൊക്കെ അടി വാങ്ങിയിട്ട് എനിക്ക് എന്റെ അപ്പനോട് ഭയങ്കര വിരോധം ഉണ്ടായിരുന്നല്ലോ. അത് കുറെ കാലം ഞാൻ കൊണ്ടാടും. കുടിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പുള്ളിക്കാരനോട് ഭയങ്കര വിരോധം. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ അടിയുടെ പ്രശ്നങ്ങളാണ്. എടുത്ത കൈ പുറത്തിടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എനിക്ക് നന്നായി പുള്ളിക്കാരന്റെ അടി കിട്ടിയിട്ടുള്ളത്. അപ്പൊ കഴിയാവുന്ന മക്കളെ നമ്മള് തല്ലി വളർത്തണം എന്നൊക്കെ പറയും, എന്നാലും ഒന്ന് റിസ്ട്രെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞ മാറ്റാവുന്ന ശീലങ്ങളാണ്. അതിനു പകരം നമുക്ക് വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് നമുക്ക് നല്ലൊരു സന്ദർഭമൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് കാര്യം പറഞ്ഞു കൊടുത്താൽ ബുദ്ധിയുള്ള പിള്ളേരല്ലേ, അവർക്ക് മനസ്സിലാകുന്നേ. നമ്മൾ ഈ ദേഷ്യം പിടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ പറയുന്നവര് ഞങ്ങള് ന്യൂജൻ ആണ് പപ്പ എന്ന് പറയുന്ന മക്കളാ. അത് നമ്മളൊക്കെ പഴഞ്ചന്മാരായിപ്പോയി. ഓക്കെ, ഇവര് ജനിച്ചു വീണത് കമ്പ്യൂട്ടറിന്റെ കൂടെയാണല്ലോ. അപ്പൊ അത് കാരണം നമ്മളെക്കാളും മിടുക്കന്മാരാണ് അവരെന്നുള്ളത് അംഗീകരിച്ചു കൊടുത്തത്. അപ്പൊ തന്നെ നമുക്ക് അവരോട് ദേഷ്യം പിടിക്കേണ്ട ആവശ്യം വരുന്നു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ളത്, അല്ലെ? അപ്പം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമയമുണ്ട്, ചോദിക്കാം. ഓക്കെ.